അതെ മാനുക, എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഉണ്ണിട്ടൻ പറഞ്ഞു. ഞാൻ കുളത്തൂരിന്നാണ് വരുന്നത്. ആ നിങ്ങളൊരു അത്യാവശ്യമായിട്ട് ഒരാൾക്ക് മരുന്ന് മേടിച്ചു ആ തരും. ആ ആ അത് ഖാദർ എന്ന് പറഞ്ഞ ആള് രാവിലെ മരുന്ന് ചീട്ടിട്ട് വന്നു. മരുന്ന് വാങ്ങാൻ ഓർത്തില്ല, ഇനിയിപ്പോൾ ആരുടെ അടുത്തേക്കാ പോകണ്ടു ആ എന്ന് പറഞ്ഞു. അപ്പം ആ ചീട്ടുണ്ട് വാങ്ങി. അപ്പോഴാണ് നിങ്ങൾ ഓർമ്മ വന്നത്. ആ ആ അപ്പം നിങ്ങൾ എന്തായാലും ഈ മരുന്ന് മേടിച്ച് തരണം, പൈസ വേണ്ട. അത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കാവലുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. ആയിക്കോട്ടെ, ഇതാണ് മരുന്ന് ലിസ്റ്റ്. ഇതാണ് ആ മരുന്ന് ഓക്കെ ലിസ്റ്റുള്ളത്. ഓക്കെ ഓക്കെ. കൊളത്തൂർ എവിടെയാണ് നിങ്ങൾ? കുളത്തൂർ വില്ലേജ് ഓഫീസിന്റെ അടുത്താണ് എൻ്റെ വീട്. ഓക്കെ. ഇത് കാരാട്ടിപ്പറമ്പിലാണ് ഈ ഖാദർ. ആ 30 കൊല്ലമായിട്ട് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഓ അങ്ങനെ ഇപ്പോൾ ഒരു ജോലിക്കും പോകാൻ മേലെ ഇപ്പോൾ ഒരു ഓപ്പറേഷനും കഴിഞ്ഞു അയാൾക്ക്. ആ ഒക്കെ കൂടെ ആയിട്ട് അപ്പം നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ പെട്ടെന്ന് നിങ്ങളെ ഓർമ്മ വന്നത്. അത് അപ്പൊ നന്നായി. നിങ്ങൾക്കാണ് എൻ്റെ ഇതുള്ളത്. അല്ലല്ല കൃഷ്ണേട്ട, മരുന്നല്ലേ നമുക്ക് മേടിച്ചാൽ. അതല്ല, കൃഷ്ണേട്ടൻ്റെ മനസ്സ് വലിയ മനസ്സല്ലേ. അല്ല, എൻ്റെ മനസ്സല്ല, കഷ്ടപ്പെട്ടവനല്ലേ കഷ്ടപ്പാട് അറിയുള്ളൂ. നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും. അതെ ഈ കുട്ടിക്ക് ഇപ്പോൾ ഈ മരുന്ന് കിട്ടിയില്ലെങ്കിൽ അവൻ്റെ ജീവിതം ഇതാവും. വീട്ടിൽ ഭാര്യയും കുട്ടികളൊക്കെ രോഗികളാണ്. ഉം. ഒരു അത്ര കച്ചവടമൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതൊന്നും നിവർത്തില്ല. ഈ ഓപ്പറേഷൻ കൊണ്ട് വേദന സഹിക്കണില്ല. ആ. ഇനിയിപ്പോൾ നാട്ടുകാരോട് പെട്ടെന്ന് നാട്ടുകാരാണ് ഇപ്പോൾ അവനെ സഹായിച്ചത്. അതെ അതെ. ഇനി നനഞ്ഞോടം കുഴിക്കാന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഈ അപ്പോൾ ആ മരുന്ന് മരുന്നല്ലേ? ചീട്ടും വാങ്ങിയിട്ട് ഞാൻ അത് പോകണ്ട. ഞാൻ മേടിച്ചാൽ ഈ ഒരു മരുന്നിന് ടെൻഷൻ വേണ്ട. ഏർപ്പാട് എന്തായാലും എൻ്റെ ഏട്ടൻ്റെ ഈ നല്ല മനസ്സ്. അല്ല, ഇത് നല്ല മനസ്സായിട്ടില്ല. കയ്യില് പൈസ ഇല്ലാത്തവന് എന്ത് ചെയ്യണം? അതെ, കയ്യിൽ പണം ഉള്ളവന് കാരണം നമ്മളായാലും കാര്യം നോക്കില്ല. ചെയ്ത് കൊടുക്കണം. അതെ അല്ലേ? അപ്പൊ നിങ്ങളെ കണ്ടു, അഭ്യർത്ഥിച്ചു, നിങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. ഇതാണ് പുണ്യം എന്ന് പറഞ്ഞത്. അല്ല, ഇത് നമുക്ക് പുണ്യമല്ല, അത് അതായത് അല്ല ഏട്ടാ, ജീവൻ നിലനിർത്തലാണോ വലിയ കാര്യം. അതെ ഏട്ടാ, അല്ല നമ്മളെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷമമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഉള്ളവരടുത്ത് പോയിട്ട് പോയിട്ട് നമ്മൾ അഭ്യർത്ഥിച്ച് നോക്കുക. അത്രേ ഉള്ളൂ നമ്മൾ ചിന്തിച്ചത്. പുണ്യം ഞാൻ ചെയ്യണമൊക്കെ ഒന്നല്ലേ. അത് നമ്മൾ പുണ്യം തരുന്ന ദൈവമാണ്. നമ്മളിത് ഏറ്റവും ദൈവാധീനം കിട്ടുന്ന ഒരു പണിയായിരിക്കും. എൻ്റെ ജീവൻ നിലനിർത്തലിന്റെ മുഖ്യ വിജയാണ്. സംശയമില്ല. ഇത് 100 അത് ദൈവം നമുക്ക് അനുഗ്രഹം ഉണ്ടാവും. ആയിക്കോട്ടെ ഏട്ടാ, ഞാൻ മേടിച്ചു തരാം കേട്ടോ. ആയിക്കോട്ടെ, കുഴപ്പമില്ല.